ആലോചിച്ച് നോക്കൂ നിങ്ങള്. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് വാദമുണ്ടോ? സഹാബ് ചോദിക്കാണ്, നിങ്ങൾക്ക് വാദമുണ്ടോ ഞങ്ങൾ മുശ്രിക്കുകളാണെന്ന്, കാഫിറുകളാണെന്ന്? എന്നാൽ നിങ്ങൾ ഞങ്ങളോട് ചില മര്യാദ കാണിക്കണം. റസൂലുള്ള അബൂജഹലിനോട് അത് കാണിച്ചിട്ടുണ്ട്. ഇനി അഥവാ ഞങ്ങളെ മേലെ ഓതുകയാണോ എങ്കിൽ നിങ്ങൾ മര്യാദ കാണിക്കണം. അതെന്താ? അബൂജഹലിനോടും ടീമിനോടും മുത്തുനബി സ്വീകരിച്ച സമീപനുണ്ട്. അതെന്താ? അബൂജഹലിനെ പോത്തറക്കാൻ മുത്തുനബി ഏൽപ്പിച്ചിട്ടില്ല. അബൂജഹലിന്റെ മയ്യത്ത് മുത്തുനബി നിസ്കരിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള കുറെ മര്യാദ ഉണ്ട്. അതും കൂടി നിങ്ങളെയൊക്കെ കാണണം. അതായത് അബൂജഹലിനോട് റസൂലുള്ള സ്വീകരിച്ചൊരു നിലപാടുണ്ട്. അബൂജഹൽ മുശ്രിക്കാണെന്നുള്ള വാദം റസൂലുള്ളാഹ്ക്കുണ്ട്. എന്നാൽ ആ അബൂജഹലിനോട് റസൂലുള്ള സ്വീകരിച്ച നിലപാടെന്താ? ഓലറുത്തത് തിന്നൂല. ഇല്ല, വഹാബികള് കുത്തുബിയത്തിലാണ് മൊല്ലാക്കറുത്തത് മൂക്കറ്റം തിന്നും. അതാണ് വ്യത്യാസം. പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കൂല. ഇല്ല, വഹാബികള് സുന്നി തറവാട്ട് തന്നെ നോക്കിക്കെട്ടി പുതിയാപ്പിളാന്നും പറഞ്ഞ് തറവാട്ട് കയറി വഹാബിസം എന്ന ക്യാൻസർ ഉണ്ടാകും. അതുപോലെ തന്നെ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മുസ്ലിയാര് പറയുന്നത്. അതാണ് പറയേണ്ടത്. അതിന് കൃത്യമായ മറുപടി വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ 1000 ചോദിച്ചോളി, അന്തസ്സിൽ മറുപടി പറയും. നിങ്ങളോട് ഞങ്ങൾ കാണിക്കുന്ന ഈ സലാം പറയൽ, അതുപോലെയുള്ള മുസ്ലിമുകളോട് കാണിക്കുന്ന ആനുകൂല്യങ്ങൾ, അത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഇല്ല. റസൂലുള്ള 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞില്ലേ, എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും. അതാണ് റസൂലുള്ള എന്റെ ഉമ്മത്ത് 73 ആകുമെന്ന് പറഞ്ഞതിൽ അബൂജഹൽ പെട്ടുകണോ? പെട്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാ അബൂജഹലിന്റെ പരിപാടി നടത്തുന്ന? ഞങ്ങളതിൽ പെടുവഹാബികളെ അല്ല. ആ ഉമ്മത്തിൽ അബൂജഹൽ പെട്ടുകണോ? എന്നാൽ ആ അബൂജഹലിനോട് റസൂലുള്ളാഹി സലാം പറയണ്ടേ വഹാബികളെ? പാടുവിവരക്കേട്. അങ്ങാടികളിൽ വന്ന് അലമുറയിട്ട് ഈ ഉമ്മത്തിന്റെ മാറിടം പിളർത്താൻ നിങ്ങൾ ആരിൽ നിന്നാണ് അച്ചാരം വാങ്ങിയത്? ആ 73-ൽ ഒരു അംഗമായി നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അബൂജഹലിനെ റസൂലുള്ളാഹി അംഗീകരിച്ചിക്കണോ? റസൂലുള്ള അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ പണിയെടുക്കണം ഞങ്ങളെ എങ്ങനെയാണ് ആ ഉമ്മത്തിൽ നിങ്ങൾ അംഗീകരിക്കുക? അല്ല, റസൂലുള്ള അവരെ ആ ഉമ്മത്തിൽ അംഗീകരിച്ചിക്കണോ? എന്നാൽ നിങ്ങൾ ഞങ്ങളോട് സലാം പറയണ മാതിരി അള്ളാഹുവിന്റെ റസൂൽ അബൂജഹലിനോടും സലാം പറയണ്ടേ? ായിട്ടാണെന്ന് മാത്രം. കാരണം പ്രമാണങ്ങളെയും ഹദീസുകളെയും നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നത് കൊണ്ട് റസൂൽ അവിടെ പ്രയോഗിച്ചത് കൊണ്ട് എന്താണ്? എന്റെ ഉമ്മത്തി എന്നാണ്. അതല്ല അബൂജഹൽ പെടുവോ? അതിൽ അബൂജഹൽ പെടുവോ? പെടുമെങ്കിൽ ഞങ്ങളോട് നിങ്ങൾ സലാം പറയണ മാതിരി അബൂജഹലിനോട് റസൂൽ സലാം പറയണ്ടേ? അതിൽ അബൂജഹൽ പെടൂലേ? എന്നാ പിന്നെ ആ പണിയും വിശ്വാസമുള്ള ഞങ്ങൾ എങ്ങനെയായാലും പെട്ടത്? ഇത് വൈരുദ്ധ്യമാണ്, ഇത് വിവരക്കേടാണ് മുസ്ലിമീങ്ങളെ, ഇത് പടുവിഡിത്തമാണ് മുസ്ലിമീങ്ങളെ.